നമസ്കാരം. ഓരോ ദിവസത്തിലും ഓരോ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളുണ്ടാകും. ആ കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആ വ്യക്തികൾക്ക് അത് ജീവിതത്തിൽ ഐശ്വര്യവർദ്ധനവിന് ഉത്തമമായി തീരും. അത്തരത്തിൽ ഇന്നേ ദിവസം അത്രമേൽ പ്രാധാന്യമുള്ള ദിവസമാണ്. ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി തീരും. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ആ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകറ്റുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസം തന്നെയാണ് ഇന്ന്. ഇന്നത്തെ ഈ പുണ്യ ദിവസം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതുമാണ്. ഇന്നേ ദിവസം കടബാധ്യതകൾ തീർക്കുന്നതിനും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് ഈ മുഹൂർത്തം ഉപയോഗിക്കാവുന്നതാണ്. ഏവരും ഒരു നിമിഷം ഓം ശനീശ്വരായ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. 2026 ഫെബ്രുവരി 10 ചൊവ്വാഴ്ച ഇന്നേ ദിവസം ജ്യോതിഷപരമായി നോക്കുമ്പോൾ അത്രമേൽ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ചൊവ്വാഴ്ചയും അനിഴം നക്ഷത്രവും ഒത്തുചേരുന്ന ഈ ദിവസം ഈശ്വരാരാധനയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. സാക്ഷാൽ ഭദ്രകാളി ദേവിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും ശനീശ്വരനും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഇരട്ടിയായി ചൊരിയുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. അതിനാൽ ഈ ദേവതകൾ നിങ്ങളിലേക്ക് പകർന്നു നൽകാനായി പോകുന്ന ആ ഐശ്വര്യത്തെ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കുവാൻ പാടുള്ളതല്ല. ഇന്നേ ദിവസം അതിനാൽ ചില കാര്യങ്ങൾ പ്രധാനമായും പ്രവർത്തിക്കേണ്ടതും പ്രധാന വഴിപാടുകളും പ്രാർത്ഥനകളും ഇന്നേ ദിവസം ചെയ്യേണ്ടതും അനിവാര്യം തന്നെയാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രധാനമായും ചെയ്യുവാൻ സാധിക്കുന്നത് അതിരാവിലെ നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ്. വിളക്ക് തെളിയിച്ചതിന് ശേഷം ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും മന്ത്രങ്ങൾ ജപിച്ച് ഇന്നേ ദിവസം നിങ്ങൾക്ക് അടുത്തുള്ള ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താവുന്നതാണ്. കുടുംബത്തിലെ ഒരംഗമെങ്കിലും അതിരാവിലെയോ സന്ധ്യാവേളയിലോ രാത്രിയിലോ ദർശനം നടത്തുന്നത് അത്രമേൽ വിശേഷമാണ്. ആ സമയം ഈ പരാമർശിക്കുന്ന ഒരു വഴിപാടെങ്കിലും നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഏറ്റവും ഉത്തമമാണ്. അധികം പണച്ചെലവില്ലാത്ത വഴിപാടുകളാണ് പരാമർശിക്കുന്നത്. ഇന്നേ ദിവസം ഭദ്രകാളി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമായി പരാമർശിക്കാം. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നതായ ശത്രുദോഷങ്ങൾ അകലുവാനും തടസ്സങ്ങൾ നീങ്ങുവാനും ദേവിക്ക് ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമായ ഒരു കാര്യമാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാം. രക്തപുഷ്പാഞ്ജലി ഇന്നേ ദിവസം നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. രക്തപുഷ്പാഞ്ജലി വഴിപാട് ഇന്നേ ദിവസം നിങ്ങളുടെ കുടുംബത്തിലെ ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെ പേരിലോ അല്ലെങ്കിൽ ആരാണ് ആ കുടുംബത്തിൽ കൂടുതൽ ശത്രുദോഷവുമായി ബന്ധപ്പെട്ട് തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത്, അത് തൊഴിൽപരമോ ബിസിനസ് പരമോ ആകാം, ആ വ്യക്തിയുടെ പേരിൽ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. കൂടാതെ ചെമ്പരത്തിമാല ഇന്നേ ദിവസം ദേവിക്ക് സമർപ്പിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാണ്. ഇനി അഥവാ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വീടുകളിലാണ് എങ്കിലും നെയ്വിളക്ക് തെളിയിക്കാവുന്നതുമാണ്. ദേവിക്ക് മാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നേ ദിവസം സുബ്രഹ്മണ്യ സ്വാമിക്കും വിശേഷപ്പെട്ട ദിവസമാണ്. പ്രത്യേകിച്ചും ചൊവ്വയുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ചൊവ്വയുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുണ്ട് എങ്കിൽ ആ വ്യക്തികൾക്കാണ് എങ്കിലും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. ചൊവ്വയുടെ ദോഷങ്ങൾ മാറുവാനും ശക്തിക്കും വേണ്ടി മുരുകന് കുമാരസൂക്ത പുഷ്പാഞ്ജലി ഇന്നേ ദിവസം നടത്തി പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന് തന്നെ പരാമർശിക്കാം. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ശനീശ്വരന് ശനിദോഷ കാഠിന്യം കുറയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസം തന്നെയാണ് ഇത്. അതിനാൽ ശനി പ്രീതിയാൽ നിങ്ങളുടെ ശനിദോഷ കാഠിന്യം കുറയ്ക്കുവാൻ സാധിക്കും. ധനപരമായ തടസ്സങ്ങളുണ്ട് എങ്കിൽ അത് നീങ്ങുവാനും
ശനീശ്വരനെ എള്ളുപായസം ഇന്നേ ദിവസം വഴിപാടായി നിങ്ങൾ നടത്തുക. സർവ ഐശ്വര്യം തന്നെ തന്മൂലം വന്നു ചേരും. കടബാധ്യതകളുണ്ട് എങ്കിൽ അത് മാറിക്കിട്ടുവാൻ ഏറ്റവും ഉത്തമമായി തീരും എന്നതാണ് വാസ്തവം. കടബാധ്യതകൾ നിങ്ങളിൽ നിന്നും അകലും, അല്ലെങ്കിൽ അത് മാറിക്കിട്ടുവാനുള്ള പല വിധത്തിലുമുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്നുള്ളതാണ് വാസ്തവം. ഇന്നേ ദിവസം കടബാധ്യതകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ഇനി ഞാൻ പരാമർശിക്കുന്ന കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കടം വീട്ടുവാൻ ഉത്തമമായ ഒരു ദിവസം. ദീർഘനാളായി അലട്ടുന്ന കടബാധ്യതകൾ തിരികെ നൽകി തുടങ്ങുവാൻ ഈ ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വേഗത്തിൽ കടം വീട്ടുവാൻ സഹായകരമായി തീരും. നിങ്ങൾക്ക് കടബാധ്യതകളുണ്ട് എങ്കിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ കടത്തിലേക്ക് ഒരു ചെറിയ എമൗണ്ടെങ്കിലും ചെറിയ തുകയെങ്കിലും അടയ്ക്കുവാൻ സാധിക്കുന്നു എങ്കിൽ ഉത്തമമാണ്. ചെറിയ തുകയാണ് എങ്കിലും ഇന്നേ ദിവസം ഏവരും അടയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി തീരും. കൂടാതെ പെട്ടെന്ന് ആ കടബാധ്യതകൾ ഒഴിയുന്നതിനുള്ള വഴികൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഇന്നേ ദിവസം അരി വാങ്ങുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ്. വീട്ടിലെ ഐശ്വര്യത്തിനും അന്നത്തിന് മുട്ടുണ്ടാകാതിരിക്കുവാനും ഈ ദിവസം അരി വാങ്ങുന്നത് വളരെ ശുഭകരമാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യം, രാത്രിയിലാണ് എങ്കിലും ഒരല്പം അരിയെങ്കിലും നിങ്ങളുടെ വീടുകളിൽ വാങ്ങുക. നിങ്ങളുടെ വീടുകളിൽ അരി ഉണ്ടാകാവുന്നതാണ്. എന്നിരുന്നാലും അല്പം അരിയെങ്കിലും ഇന്നേ ദിവസം നിങ്ങൾ വാങ്ങുകയാണ് എങ്കിൽ അത് കൂടുതൽ ഉത്തമം. രാത്രിയിലാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് ആ സമയത്താണ് എങ്കിലും വാങ്ങുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. കൂടാതെ വീരഗണപതി പ്രാർത്ഥന ഉത്തമമാണ്. വിഘ്നങ്ങളെല്ലാം മാറി കാര്യവിജയം നേടുവാൻ വീരഗണപതിയെ കൂടി ഈ ദിവസം പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. സർവ ഐശ്വര്യമാണ്. ഇന്നേ ദിവസം അതിരാവിലെയോ സന്ധ്യാവേളയിലോ രാത്രിയിലാണ് എങ്കിലും കിടക്കുന്നതിന് മുൻപാണ് എങ്കിലും ഭഗവാനെ കൂടി നിങ്ങൾ ആരാധിച്ച് കിടക്കേണ്ടതാണ്. സർവ ഐശ്വര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. കാരണം ഓരോ ദിവസവും ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ആ ദിവസം തന്നെയാണ് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അതിനാൽ അന്നേ ദിവസം ഈ കാര്യങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് സ്ഥിരമായുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും വന്നു ചേരും. എല്ലാ ദിവസവും ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ മുടക്കം കൂടാതെ നിങ്ങൾ പ്രവർത്തിക്കുക. ക്രമേണ നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരും. ഇനി ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട ആ മന്ത്രങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഇന്നേ ദിവസം ഭദ്രകാളി ദേവിയുടെ മൂലമന്ത്രം ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. മൂലമന്ത്രം ഇപ്രകാരമാണ്: ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമഃ. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമഃ. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമഃ എന്നാണ്. ഭദ്രകാളി ദേവിയുടെ ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു മന്ത്രമാണ്. ഇന്നേ ദിവസം നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ സർവ ഐശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇനി ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന മുരുകസ്വാമിയുടെ വിശേഷപ്പെട്ട മന്ത്രം ഇപ്രകാരമാണ്: ഓം ഭജദ്ഭുവേ നമഃ എന്ന ഏവർക്കും അറിയാവുന്ന ഈ നാമം ഇന്നേ ദിവസം നിങ്ങൾ 108 ജപിക്കുകയാണ് എങ്കിൽ അത് സർവ ഐശ്വര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. എന്നാൽ ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടതായ കാര്യമുണ്ട്. ഇന്നേ ദിവസം സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിക്കും സാക്ഷാൽ ഭദ്രകാളി ദേവിക്കും പ്രധാനപ്പെട്ട ദിവസമായതിനാൽ തന്നെ ചുവന്ന നിറത്തിലുള്ള പുഷ്പം അത് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് ഫലസിദ്ധി കൈവരിക്കുവാൻ സഹായകരമാണ്. ഇനി ഇന്നേ ദിവസം പ്രത്യേകിച്ചും ശനിദേവന് വിശേഷപ്പെട്ട ദിവസമായി പരാമർശിക്കുന്നതിനാൽ നിങ്ങൾക്ക് നീല ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. കൂടാതെ കാക്കയ്ക്ക് ഇന്നേ ദിവസം പ്രത്യേകിച്ചും
ആഹാരം നൽകുന്നതും ഉത്തമമാണ്. കാക്കയ്ക്ക് ആഹാരം നൽകുമ്പോൾ നിങ്ങൾ എപ്രകാരം നൽകണം എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട്. ഇന്നേ ദിവസം അരിക്കാലാകുമ്പോൾ നിങ്ങൾ എടുക്കുന്നതിന് മുൻപ് ആദ്യം കാക്കയ്ക്കുള്ള ചോറ് മാറ്റിവെക്കുക. ശേഷം നിങ്ങളുടെ ആവശ്യത്തിനായി എടുക്കാം. അതിനാൽ ആ കാര്യത്തിന് പ്രാധാന്യം നൽകണം. അതോടൊപ്പം ഈ ചോറ് വളരെ ശുദ്ധിയോടെ തന്നെ നിങ്ങൾ കാക്കയ്ക്ക് നൽകുക. അതോടൊപ്പം ജലം കൂടി നൽകുക. ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുന്നത് ശനിപ്രീതി ഇരട്ടിക്കുന്നതിനും പിതൃപ്രീതി ഇരട്ടിക്കുന്നതിനും സഹായകരമായി തീരും. ശനിപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം തന്നെയാണ് ഇത്. രാത്രിയിലാണ് എങ്കിലും നിങ്ങൾക്ക് ശംഖുപുഷ്പം, സന്ധ്യാവേളയിലാണ് എങ്കിലും ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക. ഇനി പരാമർശിക്കാൻ പോകുന്ന ശനീശ്വരൻ്റെ മന്ത്രം കൂടി നിങ്ങൾ ജപിക്കുക. ശനി മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഒരിക്കലും നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ വെച്ച് ഈ മന്ത്രജപം പാടുള്ളതല്ല. വീടിൻ്റെ പുറത്ത് വെച്ച് ഉമ്മറത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് മന്ത്രം ജപിക്കാം. ഓം പ്രാം പ്രീം പ്രൗം സ ശനീശ്വരായ നമഃ. ഓം പ്രാം പ്രീം പ്രൗം സ ശനീശ്വരായ നമഃ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രവും ഇന്നേ ദിവസം 108 ജപിക്കാം. ഇത് അതിരാവിലെ ജപിക്കാം, സന്ധ്യാവേളയിൽ ജപിക്കാം. ഇനി രാത്രിയിലാണ് സമയം ലഭിക്കുന്നത് എങ്കിൽ ആ സമയത്താണ് എങ്കിലും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് ഫലമായി സിദ്ധിക്കുക. ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക.